ഒരിക്കലൊരു കാട്ടിൽ ഹാരി എന്നു പേരുള്ള ഒരു കഴുതപ്പുലി താമസിച്ചിരുന്നു. നല്ല വേഗത്തിൽ ഓടാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. എപ്പോഴും ചിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അവൻ. ചെറിയ ചെറിയ തമാശകൾക്ക് മാത്രമല്ല, മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കുന്നതും അവന്റെ ശീലമായിരുന്നു. ഒരു ദിവസം അവൻ ടുട്ടു ആമയെ കണ്ടു. ആമച്ചാർ പതുക്കെ പതുക്കെ തന്റെ ഗുഹയിലേക്ക് നടക്കുകയായിരുന്നു. ഇതു കണ്ട ഹാരി പറഞ്ഞു, "എന്റെ ആമച്ചേട്ടാ, ഇതെവിടേക്കാ? ഇത്ര പതുക്കെ നടന്നാൽ എവിടെയും എത്താൻ പോകുന്നില്ല. ഒച്ചുകൾക്ക് പോലും ചേട്ടനേക്കാൾ സ്പീഡ് കാണും." അവൻ ആമച്ചാരെ കളിയാക്കി ചിരിച്ചു. ഇതു കേട്ട് ആമച്ചാർക്ക് വിഷമമായി. എന്നാലും അത് മറച്ചു വെച്ച് ആമച്ചാർ പറഞ്ഞു, "ഹാരി, ഞാൻ ഇങ്ങനെയാണ്. വളരെ പതുക്കെ മാത്രമേ എനിക്ക് നടക്കാൻ പറ്റൂ. അതിനെന്താ പ്രശ്നം? ഞാൻ അങ്ങനെയാണ്. അങ്ങനെയൊന്ന് കരുതിയാൽ പോരെ. അതിന് ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമുണ്ടോ?" പിറ്റേ ദിവസം രാവിലെ പിങ്കിക്കിളിയുടെ പാട്ടുകേട്ടാണ് ഹാരി എഴുന്നേറ്റത്. അവൻ കണ്ണുകൾ പതുക്കെ തുറന്ന് പുറത്തേക്ക് പോയി. കിളി സ്വയം മറന്ന് സന്തോഷത്തോടെ പാടുകയാണ്. ഇതു കേട്ട ഹാരി പറഞ്ഞു, "എന്റെ പിങ്കിക്കിളി, ഒന്ന് നിർത്ത്. ഇത് എന്തൊരു പാട്ടാണ്! നിന്റെ സ്വരമുണ്ടല്ലോ, ഒന്നിനും കൊള്ളില്ല. നിന്റെ പാട്ട് കേട്ടാൽ അന്നത്തെ ദിവസം പോയതു തന്നെ." ഹാരി കളിയാക്കി പറഞ്ഞു. ഇതു കേട്ട കിളി സങ്കടത്തോടെ അവിടെ നിന്നും പറന്നുപോയി. കുറച്ചു ദൂരം പോയപ്പോൾ അവൻ ഡുണ്ടൻ കുരങ്ങനെ കണ്ടു. കുരങ്ങൻ സന്തോഷത്തോടെ മരങ്ങൾക്കിടയിലൂടെ ചാടി ചാടി കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കാൽവഴുതി അവൻ മരത്തിൽ നിന്നും താഴേക്ക് വീണു. ഇതു കണ്ടതും ഹാരി ചിരിയോടെ അവനെ കളിയാക്കി പറഞ്ഞു, "അയ്യയ്യേ, നിനക്ക് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ. ഇപ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ സമാധാനമായല്ലേ? എന്തായാലും ആ വീഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു." ഇത്രയും പറഞ്ഞ് കുരങ്ങനെ എഴുന്നേൽക്കാൻ ഒന്ന് സഹായിക്കുക പോലും ചെയ്യാതെ ഹാരി അവിടെ നിന്നും ഓടിപ്പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹാരി ഒരു വാർത്ത കേട്ടു. ആനപ്പൂപ്പൻ എല്ലാവരെയും വൈകുന്നേരം ചക്കരമാവിന്റെ ചുവട്ടിൽ ഒത്തുകൂടാൻ അറിയിച്ചിരിക്കുന്നു. ഹാരി വൈകുന്നേരം ചക്കരമാവിന്റെ ചുവട്ടിലെത്തി. എല്ലാ മൃഗങ്ങളും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആനപ്പൂപ്പൻ അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, "ഞാനൊരു മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാം. ജയിക്കുന്ന ആൾക്ക് ഒരു കുട്ട നിറയെ ഇഷ്ടപ്പെട്ട പഴങ്ങൾ സമ്മാനം. ഇവിടെ നിന്നും പുറപ്പെട്ട് ചോലപ്പുഴയുടെ അടുത്ത് ആദ്യമെത്തുന്ന ആൾ വിജയി." ഇതു കേട്ടതും എല്ലാ മൃഗങ്ങളും മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി. അതിൽ ആമച്ചാരും ഡുണ്ടൻ കുരങ്ങനും പിങ്കിക്കിളിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതു കണ്ടതും ഹാരി ചിരി തുടങ്ങി. "നിങ്ങളൊക്കെ എന്തിനാ ഇതിൽ പങ്കെടുക്കുന്നത്? നിങ്ങളൊക്കെ പങ്കെടുത്താലും ഒരു കാര്യവുമില്ല. ഞാനേ ജയിക്കൂ." അവൻ അവരെ കളിയാക്കി പറഞ്ഞു. മത്സരം തുടങ്ങി. ഹാരി സർവശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി. വഴിയിൽ ഒരു ചതുപ്പ് നിലമുണ്ടായിരുന്നു. ഓട്ടത്തിനിടയിൽ കാൽ വഴുതി അവൻ ചെളിയിൽ വീണു. എത്ര ശ്രമിച്ചിട്ടും അവന് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. അവനവിടെ കിടന്ന് കരച്ചിലോട് കരച്ചിൽ. അപ്പോഴാണ് ആമച്ചാർ ആ വഴി വന്നത്. ആമച്ചാർ ചോദിച്ചു, "എന്താ ഹാരി, എന്റെ സഹായം വല്ലതും വേണോ?" ഹാരി നിറകണ്ണുകളോടെ ആമച്ചാരെ നോക്കി. "നീ എന്നെ എന്തിനാ സഹായിക്കുന്നേ ആമച്ചാരെ? നിന്നെ ഞാൻ എത്ര കളിയാക്കിയിരിക്കുന്നു." ഇത് കേട്ട് ആമച്ചാർ പറഞ്ഞു, "പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും കളിയാക്കില്ല. അത് നല്ല ശീലമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം." അങ്ങനെ ആമച്ചാർ ഹാരിയെ രക്ഷിച്ചു. അവർ രണ്ടുപേരും കൂടി ചോലപ്പുഴയുടെ അടുത്തെത്തി. അപ്പോഴേക്കും മത്സരം അവസാനിച്ചിരുന്നു. പിങ്കിക്കിളി മത്സരത്തിൽ വിജയിയായി. അവൾ പറന്ന് ആദ്യം തന്നെ ചോലപ്പുഴയുടെ അരികിലെത്തിയിരുന്നു.
2ാം സ്ഥാനം മരങ്ങളുടെ ഇടയിലൂടെ ചാടി ഡുണ്ടൻ കുരങ്ങൻ കൈക്കലാക്കി. ഇതെല്ലാം കണ്ട ഹാരിക്ക് തന്റെ തെറ്റു മനസ്സിലായി. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ഒരിക്കലും ഒരാളെ കളിയാക്കുന്നത് നല്ല ശീലമല്ല. തമാശയ്ക്ക് പോലും ഒരാളെ പരിഹസിക്കരുത്. എന്താ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.